അവൻ വരുന്നുണ്ട്. ഹരിയേട്ട ഒച്ച ഉണ്ടാക്കാനും നിൽക്കണ്ട പ്ലീസ്. എന്റെ അടുത്തി എന്തിനാ രണ്ടാളും ഇവിടെ ഇങ്ങനെ നിന്നേ? മാനസയുടെ അടുത്താരാ? പോകാനിറങ്ങിയതാണെങ്കിൽ പൊക്കോളൂ, ഇനി ഞാനുണ്ടല്ലോ. സിദ്ധു, പറയുന്നുണ്ടെന്ന് തോന്നരുത്. ഇതല്പം ക്രൂരമാണ്. ഏത്? എന്ന് നിനക്ക് നന്മ വരാനും കൂടിയാ ഹരിയേട്ടൻ ഇതൊക്കെ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ. ഞാനും അങ്ങനെയല്ലേ അടുത്തി? ഞാനും ഒരിക്കലും ഹരിയേട്ടന്റെ വാക്ക് ധിക്കരിച്ചിട്ടില്ല, ഒരേ ഒരു വാക്കൊഴികെ. അതിന്റെ കാരണവും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഹരിയേട്ടൻ നിന്നോട്. ഹരിയേട്ടാ, സിദ്ധു, ഞാൻ പറയുന്ന ഇനിയെങ്കിലും നീ മനസ്സിലാക്കണം. ഞാൻ എന്ത് മനസ്സിലാക്കണമെന്ന് ഹരിയേട്ടൻ പറയുന്നേ? മൈനയുടെ അടുത്ത് പോരുതെന്നോ? ഞാൻ അവളൊന്ന് കണ്ടാലും വേണ്ടിയാലും എന്താ ഹരിയേട്ടാ? എല്ലാം സ്ത്രീക്ക് മാത്രം ദൈവം നൽകിയ പുണ്യം പോലും നഷ്ടപ്പെട്ടു പോയ ഒരു പാവം പെണ്ണുണ്ടാ മുറിക്കകത്ത്. നിനക്ക് ഞാൻ കൈപിടിച്ചു തന്ന പെണ്ണ്, നിനക്കൊരു ജീവിതം ഉണ്ടാക്കി തന്ന പെണ്ണ് എന്റെ മാനസ. നീ താലി കെട്ടിയത് മാനസയാണ്, മൈനയല്ല. മാനസയോളം വലുതല്ല നിനക്ക് മറ്റാരും. വലുതാവരുത്. കണക്ക് പറയാണോ ഹരിയേട്ടൻ? സിധു, ഹരിയേട്ടന് കണക്ക് പറയാം. അതിനുള്ള അവകാശവും അധികാരവും ആകെയുള്ള ഒരാൾ ഹരിയേട്ടൻ മാത്രമാണ്. പക്ഷേ മൈനയെ കാണരുതെന്ന് മാത്രം പറയരുത്. ശരിയാ, ഞാൻ താലി കെട്ടിയ പെണ്ണ മാനസ, എന്റെ ഭാര്യ. എന്നാ എന്റെ കുഞ്ഞിനെ വയറ്റി ചുമക്കുന്നവളാ മൈന. നഷ്ടപ്പെട്ടു പോയൊരു കുഞ്ഞിന്റെ കരച്ചിൽ എന്റെ മനസ്സിലിരുന്ന് ഇപ്പോഴും മുഴങ്ങുക ഹരിയേട്ട. നിങ്ങൾ പറയും, സിദ്ധാർത്ഥന്റെ ജീവിതത്തിൽ, വേണ്ട, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ താലി കെട്ടിയ പെണ്ണിനാണോ സ്വന്തം കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്ന പെണ്ണിനാണോ പ്രഥമ സ്ഥാനം? ആ പയ്യൻ സിദ്ധാർത്ഥൻ, അവൻ ഇവിടെ വരുന്നുണ്ടാ ഹരിസാർ ഇങ്ങോട്ട് വരാത്തത്? അത് കുഞ്ഞിനറിയാലോ. ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ലോ സിദ്ധു. അറിയാം, കുഞ്ഞ് ആവശ്യപ്പെട്ടിട്ടല്ല അവൻ ഇവിടെ വരുന്നെന്ന്. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ അയാൾ ഇവിടെ വരണമെന്ന് കുഞ്ഞ് ആഗ്രഹിക്കുന്നില്ല. ഇല്ലെന്ന് മാത്രം പറയും. ഇതൊക്കെ നിങ്ങളുടെ കുടുംബകാര്യ. ഞാൻ വെറും ഒരു കാവൽക്കാരൻ. ഈ ഡ്യൂട്ടി കഴിഞ്ഞാൽ മേലുദ്യോഗസ്ഥന്റെ ഓർഡർ അനുസരിച്ച് മറ്റൊരു ഡ്യൂട്ടി. നമ്മളൊക്കെ ഒരു കുടുംബം പോലെ ഇത്രയും നാൾ കഴിഞ്ഞതിന്റെ സ്വാതന്ത്ര്യത്തിൽ പറയുന്നതാ. സ്നേഹിക്കുന്നവരരുതെന്ന് പറയുന്നത് അത് അരുതാത്തതായതുകൊണ്ടാ. അതനുസരിക്കണം, അത്രേ എനിക്ക് പറയാനുള്ളൂ. കഴിക്കാറാകുമ്പോ വിളിച്ചാൽ മതി അമ്മണിയമ്മേ. ഈ വീട്ടിൽ ഒരാളെ മാത്രം പട്ടിണി കിടത്തിട്ട് മറ്റാർക്കും ഒന്നും കഴിക്കണമെന്നില്ല. ഞാൻ മുറ്റത്തുണ്ടാവും. ലോനിപ്പോ പറഞ്ഞതാ മോളെ സത്യം. നമ്മൾ പെണ്ണുങ്ങളാ. ചിലപ്പോ ഒരാളുടെ സ്നേഹത്തിന് വേണ്ടി നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടില്ലെന്ന് വരും. അമ്മണിയമ്മ, ഞാൻ ഒരിക്കൽ പോലും എന്റെ ഹരിയേട്ടനേക്കാൾ വലുതായി മറ്റാരെയും കണ്ടിട്ടില്ല. എനിക്കിതിനാവില്ല. ഈ ജീവിതം പോലും എന്റെ ഹരിയേട്ടന്റെ ദാനമാ. ആ മനസ്സ് വേദനിപ്പിക്കരുത് മോളെ. എന്റെ കാര്യം തന്നെ ഒന്ന് ഓർത്തു നോക്ക്. ഹരിസാറിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ നിൽക്കുമായിരുന്നോ? എന്റെ മകനൊരു കൊള്ളരുതാത്തവനാണെന്ന് അറിഞ്ഞിട്ടും ഞാനൊരു അപേക്ഷ പറഞ്ഞപ്പോ എന്നെ ഇവിടെ താമസിപ്പിക്കാൻ പറഞ്ഞതുപോലും ഹരിസാറിന് എന്നോടുള്ള സ്നേഹം കൊണ്ടാ. അതും അദ്ദേഹം വലിയൊരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നിട്ട് കൂടി. അതാ ആ മനസ്സിന്റെ വലിപ്പം. അത് ഞാനും ഒരു നിമിഷം മറന്നുപോയി. എത്രമാത്രം ഞാൻ അദ്ദേഹത്തെ അപമാനിച്ചു മറ്റുള്ളവരുടെ വാക്ക് കേട്ട്. ഈശ്വര, ഒടുവിൽ ആരും ഇല്ലാണ്ടായപ്പോ ഞാൻ പെരുവഴിയിൽ തെണ്ടി നടക്കുന്നത് കണ്ടപ്പോൾ എല്ലാം മറന്ന് എന്നെ കൂടെ കൂട്ടിയതും ആ മനസ്സിന്റെ വലിപ്പം കൊണ്ട് തന്നെയാ. ഒന്നോർക്കണം കുഞ്ഞെ. അയ്യോ,